ജോലിക്കാരൊക്കെ ഇവിടെ വന്ന് കളക്ടർ ജഡ്ജായാലും വക്കീലന്മാരും എല്ലാ കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നമ്മളെ വാടി കടപ്പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകല് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരു കടപ്പുറം ഉണ്ടെന്ന്. അപ്പം ഞാൻ അവിടെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് മീനുകളുണ്ട്. അന്ന് എനിക്ക് കുറച്ച് മീനൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അന്ന് മീൻ വളരെ കുറവായിരുന്നു. ഇതാണെങ്കിൽ കൊഞ്ചും ഞണ്ടും അയിലയും ചൂരയും എന്ന് വേണ്ട കണവ, എനിക്കറിയാൻ ഞാൻ കണ്ടിട്ടില്ലാത്തതും പേരറിയത്തതുമായ ഒരുപാട് മീനുകളുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. പോകാം വീഡിയോയിലേക്ക്. ഇത് കൊല്ലം പോർട്ട് ഹാർബറാണ്. ഇവിടെ എപ്പോഴും വളരെ തിരക്കാണ് കേട്ടോ. കൂടുതലായിട്ടും ഫാമിലികളാണ് ഇവിടെ വന്ന് ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇന്നിവിടെ കണവ ചാകരയാണ് കേട്ടോ. ചെറുതും വലുതുമായ ഒരുപാട് കണവകൾ തരം തിരിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സൈസുള്ള മീനാണ് ഇത്. ഞാൻ മുന്നേ കൊല്ലം വാടി കടപ്പുറത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇതും വാടി കടപ്പുറത്തിൻ്റെ ഒരു ഭാഗമാണെന്ന്. ഇത് പോർട്ട് ഹാർബറാണ് വാടി കടപ്പുറം. ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിപ്പോയാലാണ് വാടി കടപ്പുറം. അത് രാത്രി മാത്രമേ ബോട്ടിങ്ങും ലേലം വിളിയൊക്കെ ഉള്ളൂ. ഇത് പകൽ നടക്കുന്ന ഒരു ലേലം വിളിയും മീൻപിടുത്തമൊക്കെയാണ് ഈ കാണുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഒരു സൈഡിൽ ലേലം പിടിച്ച മീനെല്ലാം തരം തിരിക്കുന്ന തിരക്കിലാണെങ്കിൽ മറ്റൊരു സൈഡിൽ വരുന്ന മീനുകളെല്ലാം ലേലം പിടിക്കുന്ന തിരക്കാണേ. ദാ ഈ കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകളാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കൊല്ലം ഹാർബറിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇവിടെ സ്ത്രീകളാരും വരത്തില്ല എന്നാണ്. അത് തെറ്റായൊരു ധാരണയാണ്. ഇവിടെ കൂടുതലും വരുന്നത് സ്ത്രീകളാണ് കേട്ടോ. ദാ ഈ കാണുന്ന മീനാണ് തെരച്ചി മീൻ. പിന്നെ തേടുണ്ട്. പിന്നെ മറ്റേ മീനിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേരെ. ഈ കൊഞ്ച് നല്ല വലിപ്പമേറിയ കൊഞ്ചാണ് കേട്ടോ. വലിയ കൊഞ്ചും ഞണ്ടും ഒക്കെ ആയിരുന്നു ഇന്നത്തെ മീൻപിടുത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വള്ളത്തിനകത്ത് മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇവരൊക്കെ വള്ളത്തിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല കച്ചവടക്കാരും കൂടുണ്ട്. എല്ലാ പെട്ടികളിലും ഐസ് ഇട്ട് മീൻ നിറച്ച് വലിയ വണ്ടികളാക്കിയാണ് ഇവർ കൊടുക്കുന്നത്. മീൻ പിടിച്ചു വരുന്ന ബോട്ടുകൾ കരയിലേക്ക് മാറ്റുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ മീനൊക്കെ മേടിക്കാൻ വരുന്ന ആളുകളും ഈ ബോട്ട് അടുപ്പിച്ചിടാൻ സഹായിക്കാറുണ്ട് കേട്ടോ. ഓരോ വള്ളത്തിൻ്റെ അടുത്ത് പോകുമ്പോഴും പ്രത്യേകിച്ചുള്ള ഓരോരോ മീനുകളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ പോകണോ അവിടെ പോകണോ എന്ന് ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുക. ഇപ്പം എല്ലാം ഒന്ന് കാണാം നമുക്ക്. ഈ വള്ളത്തിലുള്ള മീനുകളെല്ലാം അന്നേരം തന്നെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി അകത്ത് നിന്ന് ലേലം വിളിക്കും. ഇതാ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ വരുന്ന മീനുകളൊക്കെ തുച്ഛമായ വിലയ്ക്കൊക്കെ മേടിക്കാൻ നിൽക്കുന്ന ഫാമിലീസാണ് ഇതൊക്കെ. ഈ കാണുന്ന മീനിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല. അപ്പോൾ അറിയാവുന്നവർ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള മീനാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മുന്നുള്ള വീഡിയോകളൊക്കെ ഒന്ന് കാണണേ. അവരെ വലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറിയ ചെറിയ ഞണ്ടിനെയൊക്കെ അവർ അന്നേരം തന്നെ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ അതാ ഈ മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നാണ് കേട്ടോ.
ഇത് പുളിമുളം പറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാൻ. ഇതിനകത്ത് കുറച്ച് മുള്ളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല രുചിയാണ്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എങ്ങോട്ട് പോയി എടുക്കണമെന്നൊന്നും അറിയാൻ വയ്യാതെ ഞാൻ അവിടെ കിടന്നൊന്ന് വട്ടം തിരിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഇക്ക കുഴഞ്ഞ് അവിടെ മാറി നിന്ന്. എങ്കിലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചു തന്ന ഇക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ എൻജിനാണ് ഈ ബോട്ടിൻ്റെ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്നെപ്പോലെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ തമിഴ്നാട്ടിലെ സ്ത്രീകളാണ് കേട്ടോ. ഇവർ ഈ വള്ളത്തിൽ നിന്ന് തന്നെ നേരിട്ട് തുച്ഛമായ വിലയ്ക്ക് മീൻ മേടിച്ച് അവിടെ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ പുറത്ത് ഇതിൻ്റെ വെളിയിൽ ഹാർബറിൻ്റെ വെളിയിൽ ഇരുന്നൊക്കെയോ കച്ചവടം ചെയ്യും. അതായത് ഈ വരുന്ന ഫാമിലികളൊക്കെ 2-3 ദിവസത്തേക്കൊക്കെ മേടിച്ച് വെക്കില്ലേ, അതിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണും മനവും നിറച്ചൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോ ബോട്ടിലും ഓരോ മീനാണ് പിടിച്ചുകൊണ്ട് വരുന്നത്. ഒന്നിൽ കൊഞ്ച്, കണവ, ഞണ്ട്, ചൂര, അയല, അങ്ങനെയുള്ള പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങൾ കാണാവേ. കണ്ടില്ലേ, നല്ല ജീവൻ പിടയ്ക്കുന്ന ഞണ്ട്. ഈ ഞണ്ട് ഇതുപോലെ തന്നെ അകത്ത് കൊണ്ടുപോയി ലേലം വിളിച്ചാണേ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ മീൻ കണവയാണ് കേട്ടോ. കണവ ഒരുപാട് നല്ല സൈസുള്ള കണവ, തീരെ ചെറുതൊന്നുമല്ല, നല്ല സൈസുള്ള കണവ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് അന്നേരം തന്നെ ലേലം വെച്ച് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തരം തിരിച്ചിരിക്കുന്ന മീനുകളെല്ലാം ഇതേ കണക്കുള്ള പെട്ടിയിലാക്കി വലിയ വണ്ടികളിലാക്കി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കാനാണ് ഇത്. പതിനെട്ട് 19 19 20 20 20 കൂലിക്കിട്ടാത്ത 20 20 20 21 21 21 21 21 22. ഇനി നമുക്ക് ഹാർബറിന്റെ വെളിയിലുള്ള മീൻ കച്ചവടങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഈ പരിസരത്തുള്ള സർക്കാർ അംഗീകൃത ഏക സ്ഥാപനം കൂടിയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഏരിയയിൽ വാടി കടപ്പുറത്ത് ഈ ഒരു കട മാത്രമേ ഉള്ളായിരുന്നു. ഒരു കൊറോണ വന്നപ്പോഴാണ് ഈ കാണുന്ന കടയൊക്കെ ആയത്. ഞങ്ങൾ ഫ്രഷ് സാധനം കൊടുക്കുന്നത് കൊണ്ടാണ് കേരള സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയോടെ കച്ചവടം ചെയ്യുന്നത്. ഇത് വർഷം ഒരു 9 വർഷം അടുപ്പിച്ചായി തുടങ്ങിയിട്ട്. മറ്റുള്ള കടയൊക്കെ ഒരു 4 വർഷം ആയോളൂ ഫ്രഷ് ഐറ്റം കൊടുക്കത്തുള്ളൂ. ഇന്നും ആൾക്കാർ വന്ന സഹകരണവും വില ഉള്ളതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട്. ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം
ഇവിടെ എൻ്റെ കട കറക്റ്റ് നല്ല മീൻ കൊടുക്കുന്നതുകൊണ്ടാണ് സർക്കാർ ജോലിക്കാരൊക്കെ ഇവിടെ നിന്ന് കളക്ടറായാലും ജഡ്ജായാലും വക്കീൽമാരും എല്ലാ ഈ കോർപ്പറേഷൻ ജോലി ചെയ്യുന്നവരെല്ലാം നമ്മുടെ കടയിൽ ചെയ്യുന്നത്. അവർ മാത്രമല്ല, അവർ വാങ്ങിച്ചിട്ട് മറ്റൊരു പാർട്ടിക്കും നമ്പർ കൊടുത്ത് വിളിച്ച് ഓൺലൈൻ വരെ ഉണ്ട്. 2 കിലോമീറ്റർ പരിധിക്കകത്ത് വെച്ച് ഫ്രീ ഡെലിവറി, പിന്നെ കട്ടിങ് എല്ലാം ഫ്രീ ആണ്. എല്ലാം കാശ് വാങ്ങിക്കാതെ തട്ടിപ്പ് വൃത്തിയാക്കി കൊടുക്കും. ഇതാണ് ഒരു കൊഞ്ചിന്റെ വലിപ്പം നോക്കിയാൽ നല്ല ഫ്രഷ് കൊഞ്ചാട്ടാ. കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള കടയാണ് ഇത് കേട്ടോ. എല്ലാരും ഇവിടെ തന്നെ വന്ന് മേടിക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനൊക്കെ ഇട്ടുതരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.